നന്ദുട്ടാ, നിനക്കെന്നെ മനസ്സിലായോ? ആ, ലച്ചു ചേച്ചിയുടെ വീട്ടിലുള്ള ആന്റി അല്ലേ? അതന്നെ. പിന്നെ നീ പോകുന്നാണ്ടാ ഞാൻ കാറ് നിർത്തിയത്. നിനക്ക് ലച്ചുവിനെ കാണാൻ ആഗ്രഹമില്ലേ? ലച്ചു ചേച്ചിനെ പറ്റി ഒരു വിവരമില്ല ആന്റി. കൊള്ളാം, ഞങ്ങള് താമസിക്കുന്നതിന്റെ തൊട്ടടുത്തല്ലേ നിന്റെ അച്ഛനും അമ്മയും. അത് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, ഞങ്ങളിപ്പോ വീട് മാറി വന്നേ ഉള്ളൂ. ആഹാ, എന്നും നിന്റെ കാര്യം ലച്ചു പറയും. എനിക്ക് ലച്ചു ചേച്ചിയെ കാണാൻ കൊതിയുണ്ട്. എന്നാ പിന്നെ വീട്ടിൽ പോയി ലച്ചുവിനെ കാണാം. നിന്നെ അവൾ തന്നെ മോന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയും ചെയ്യും. നിങ്ങൾ എവിടെയാണെന്ന് അവളും അന്വേഷിച്ച് നടക്കുക. ഒരു കാര്യം ചെയ്, നന്ദുട്ടൻ കാറി കയറ്. ഒരുപാട് നന്ദിയുണ്ട്. അതിനും മാത്രം ഞാൻ എന്താ ചെയ്തേ? അഡ്മിഷൻ കിട്ടിയത് ലച്ചുവിന്റെ മെഡിക്കൊണ്ടല്ലേ? അവിടെ എല്ലാവരും അത്ഭുതപ്പെടുത്തി കളഞ്ഞില്ല ലച്ചു? ഇത്രയും കാലം എനിക്ക് ഒന്നിനും കഴിഞ്ഞില്ലല്ലോ. അതിനൊരാൾ ഇപ്പൊ മുന്നോട്ട് വന്നിട്ടല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായത്. എന്റെ ജീവിതകാലം മുഴുവനും ഡോക്ടറോടുള്ള നന്ദി എന്റെ മനസ്സിലുണ്ടാവും. ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാവുമെന്ന് പറ ലച്ചു. എനിക്ക് വേണ്ടത് അങ്ങനൊരു വാക്കലച്ചു. ഇനി മംഗലശ്ശേരി വീട്ടിൽ വീഴുന്നതാര് വാഴുന്നതാര് എന്ന് തീരുമാനമാകും. വാ. ഞാനിവിടെ വന്നിട്ടുണ്ട്. ആഹാ, ഞാൻ അന്ന് മോനോട് ദേഷ്യം കാണിച്ചാലും മോന് വിഷമമുണ്ടോ? ഇല്ല ആന്റി, എനിക്ക് ചോക്ലേറ്റ് തന്നത് സ്നേഹം ഉണ്ടായിട്ടല്ലേ. ലച്ചു അവളുടെ ഭർത്താവ് സഞ്ജു ഇല്ലേ, പുറത്തൊരു ചടങ്ങിന് പോയിരിക്കുകയാണെന്ന് കാവേരി പറഞ്ഞു. കുഴപ്പമില്ല, അവർ ഉടനെ ഇങ്ങ് എത്തും കേട്ടോ. ഇത് മോന്റെയും കൂടെ വീടല്ലേ. ഞാൻ നന്ദൂട്ടൻ വാ. ലച്ചു ചേച്ചി എവിടെ ആന്റി? അവളും മുകളിലുണ്ട്. മോൻ വാ. ലച്ചു ചേച്ചി എപ്പോ വരും ആന്റി? അവളിപ്പോ വരും. മോനെന്തിനും ടെൻഷനാവുന്നേ? ലച്ചു തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ. എന്തിനാ വിഷമിച്ച് നിൽക്കുന്നേ? ചോക്ലേറ്റ് കഴിച്ചോ.
പിന്നെ ഞാനേ ലച്ചുനെ ഫോണിൽ വിളിച്ചിട്ട് നന്ദൂട്ടം വന്ന വിവരം പറയാം. ഇപ്പൊ ഇവിടെ ഇരിക്കട്ടോ. ബാ, ബാഗ് ഇങ്ങോട്ട് വെച്ചോ. ഇത് കഴിച്ചോ. അയ്യോ, അയ്യോ ഭയങ്കര മഴയാണല്ലോ. സാരമില്ല, നമുക്ക് വേഗം കയറിപ്പോ. പെട്ടെന്ന് കയറിക്കോ, പെട്ടെന്ന്. ലച്ചുവിന് ഇത്രയും സന്തോഷത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അധ്യായം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. നല്ല മാർക്ക് വാങ്ങി ജയിച്ചതുകൊണ്ട് ടീച്ചർമാരെല്ലാം ഒരുപാട് അഭിനന്ദിച്ചു. ട്യൂഷൻ പോലും ഇല്ലാതെയാ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആയത് തന്നെ. ലച്ചുവിന് ആരാവണമെന്ന് ടീച്ചർമാർ ഓരോരുത്തരും ചോദിച്ചു. ഭാവിയില് എനിക്ക് എന്തു ആവാനുള്ള വഴി തുറന്നു കിടക്കെന്ന് പറഞ്ഞപ്പോ മനസ്സ് എന്തുമാത്രം സന്തോഷിച്ചെന്നറിയോ. എന്റെ വീട്ടിലേക്ക് ആ പ്രതീക്ഷകളുമായി ഞാൻ ചെന്ന് കയറിയത്. തച്ചിലിനടുത്ത് വീടിന്റെ പൂമുഖത്ത് ചാരികസേരയിലിരിക്കുന്ന വല്യമ്മയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വൈകിയതിന് ആദ്യം ഒരു ശകാരമായിരുന്നു. എനിക്ക് പൊട്ടും സങ്കടം തോന്നിയില്ല. എല്ലാം കേൾക്കുമ്പോ വല്യമ്മയുടെ മുഖത്ത് സന്തോഷച്ചിരി വിരിയെന്ന് ഞാൻ കരുതി. വല്യമ്മയോട് ഞാൻ വിവരം പറഞ്ഞു. കൂട്ടുകാരികൾ എന്റെ വിജയം ആഘോഷിക്കാൻ വാങ്ങിത്തന്ന കുറച്ച് മിഠായികൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. മിഠായി നീട്ടിയതും കൈത്തണ്ടയിൽ വീണത് മുളം തണ്ടുകൊണ്ടുള്ള അടിയായിരുന്നു. കയ്യിലിരുന്ന മിഠായിപ്പൊതി താഴെ വീണു. വേദന കൊണ്ട് ഞാൻ പൊളയുമ്പോ വല്യമ്മ ആരും കഴിക്കാതിരിക്കാൻ ആ മിഠായി നിലത്തിട്ട് ചവിട്ടി അരച്ച് മുറ്റത്തേക്ക് കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. അവിടെ നിന്നു ഈ ലച്ചുന്റെ പഠിത്തമെന്ന സ്വപ്നം. വീട്ടിലാരും ലച്ചുനെ തുടർന്ന് പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ടില്ലേ? പാവം മുത്തശ്ശി കുഞ്ഞിട്ടേട്ടനും പറഞ്ഞു. അവരുടെ വാക്കുകൾക്ക് എന്ത് വില. സിറ്റിയിൽ പോയി പഠിച്ച പെണ്ണ് വഴിതെറ്റി പോകുന്ന നരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞത്. ഞാൻ ആ സ്വപ്നയ്ക്ക് ഉപേക്ഷിച്ചു കളഞ്ഞു. ഇന്ന് ഈ മധുരവും കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോ അതൊക്കെ ഞാൻ ഓർത്തു പോവാ. ലച്ചുവിന്റെ ജീവിതം കുറച്ച് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിന്നേ ഉള്ളൂ. ലച്ചുവിന് ഇനി അതൊക്കെ മറക്കാം. നോവുന്നൊരു ഭൂതകാലം ഉണ്ടെങ്കിൽ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാനാവും. എവിടെ വെച്ചാണോ ലച്ചുവിന്റെ പഠിപ്പ് നിന്നുപോയത് അവിടെ നിന്നുള്ള തുടക്കമായി ഇതിനെ കണ്ടാൽ മതി. ലച്ചുവിന്റെ കൂടെ എന്നും ഞാനുണ്ടാവും. അതിന് ലച്ചു മറ്റൊരർത്ഥം കാണണ്ട. അതെനിക്കറിയാം. എന്റെ ജീവിതത്തിലെ അർത്ഥപൂർണമായൊരു ദിവസമാണിത്. ഇന്നലെ വരെ എനിക്ക് മുന്നിലൊരു വഴിയില്ലായിരുന്നു. പലരുടെയും വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നവളാ ഞാൻ. ഇപ്പൊ നല്ലൊരു വഴി ദൈവം തന്നെ മുന്നിൽ തുറന്നു തന്നു. ഒരു പ്രകാശമാണ് നടന്നെത്താൻ കഴിയുന്ന ദൂരത്ത് ഞാൻ കാണുന്നത്. ധൈര്യമായിട്ട് തന്നെ യാത്ര തുടങ്ങിക്കോളൂ. തൻ്റെ ഒപ്പം എന്നും ഞാനുണ്ടാവും.
മോളെ, ചെറിയമ്മ എന്തെങ്കിലും പറയാനാ വന്നതെങ്കിൽ എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അതിനു വേണ്ടി ഇവിടെ നിൽക്കുകയും വേണ്ട. എനിക്ക് നിന്നോട് പറയാനൊന്നുമില്ല, തെളിയിച്ചു തരാനേ ഉള്ളൂ. എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് അമ്മു ആരാണെന്ന് എനിക്ക് തെളിയിച്ചു തരേണ്ടതുണ്ട്. നീ എന്റെ റൂമിലേക്ക് വാ. അപ്പൊ നീ ജീവിക്കുന്നത് ഒരു വിഡ്ഢിയായിട്ടാണെന്ന് നിനക്ക് മനസ്സിലാവും. നീ തേടിയ സംസാരിക്കുന്ന തെളിവുകൾ നിന്റെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നന്ദൂട്ട, നീ എങ്ങനെ ഇവിടെ വന്നു? ഈ ആന്റി എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. ലച്ചു ചേച്ചീനെ കാണാൻ. അല്ല, നിനക്ക് ലച്ചുവിനെ മാത്രം കണ്ടാ മതിയോ? ലച്ചുവിന്റെ ഭർത്താവ് സഞ്ജുവേട്ടനെ കാണണ്ടേ? എനിക്ക് സഞ്ജു ഏട്ടനെയും കാണണം. ആ, ഇതാരാന്ന് നിനക്ക് പറയാമോ? ഇത് ലച്ചു ചേച്ചിയുടെ ഭർത്താവ് സഞ്ജു ഏട്ടനല്ലേ? ഈ ആന്റി എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ അന്ന് കല്യാണ സമയത്ത് എന്താ സംഭവിച്ചത്? എന്തുണ്ടാവാനാ? സഞ്ജു ഏട്ടൻ വന്നു, ലച്ചു ചേച്ചിയെ കല്യാണം കഴിച്ചു. പിന്നെ സഞ്ജുവും ലച്ചുവും നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? മുത്തശ്ശി മരിച്ചപ്പോ അവര് വന്നല്ലോ. ആ, അല്ല, എന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? ആഹാ, ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. അല്ല, ലച്ചു ചേച്ചി എപ്പോഴാ വരുന്നേ? ആ, ഇപ്പൊ വരും ട്ടോ. പിന്നെ മോന്റെ ലച്ചു ചേച്ചി ഉടനെ വരൂ കേട്ടോ. മോൻ ചോക്ലേറ്റ് കഴിച്ചോ?
എല്ലാവർക്കും മധുരം കൊടുത്ത് തന്നെ സന്തോഷവാർത്ത അറിയിക്കും. ശരി. ചതി. രണ്ടുപേരും ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു. ചേച്ചിന്ന് വിളിച്ച് കൂടെ കൂടി നീ എന്നെ ചതിച്ചു.
നിന്റെ അമ്മ പറഞ്ഞിട്ടും നിന്നെ ഞാൻ വിശ്വസിച്ചു. സഞ്ജു, എന്നോട് ഞാൻ പോർക്കില്ല. എന്നെ വഞ്ചിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? രണ്ടിനെയും വച്ചേക്കില്ല ഞാൻ.